യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി. യമൻ പ്രസിഡന്റാണ് അനുമതി നൽകിയത്. വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കിയേക്കും. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മെഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്തി. വധശിക്ഷ ഒഴിവാക്കാൻ ഇനിയും അവസരമുണ്ടെന്ന് യമനിലുള്ള ആക്ടിവിസ്റ്റ് സാമുൽ ജെറോം 24-നോട് പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള വർഷങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. നേരത്തെ യമൻ സുപ്രീം കോടതി ശരിവെച്ച വധശിക്ഷ നടപ്പാക്കാൻ പ്രസിഡന്റ് റാഷിദ് അൽ അലീമി അനുമതി നൽകി. പ്രസിഡന്റും വധശിക്ഷ ശരിവെച്ചതായി അറിയിപ്പ് ലഭിച്ചുവെന്ന് യമനിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം പറഞ്ഞു. The president has approved the execution, so that is what is the exact news. So the president the paper was with the president and he has now approved the thing. The paper will now go to the general prosecutor's office and the general prosecutor office will fix a date for execution. യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമാണ് ഇനി വധശിക്ഷ ഒഴിവാക്കാനുള്ള ഏക സാധ്യത. അതിനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും സാമുവൽ പറഞ്ഞു. Still the key is with the family. So if they can still waive it, they can still do it. Now how to convince the family still with all the lost trust, it's a very uphill task. But I'm still going to try. I mean, anyway, today night I'm going to meet the lawyer. Then we will see what is the options available for us. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ 2018-ലാണ് യമൻ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും പുരോഗതിയുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി കഴിഞ്ഞ ഏപ്രിലിൽ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിയിരുന്നു. 24 ദുബായ്.